ഗൈസ്, നമ്മളിപ്പോൾ ലോസിലാണുള്ളത്. ഒരു ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളുടെ 5th ഡേ ഓഫ് ട്രേഡിംഗ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 31 മെയ് 2024. ഇന്ന് നമുക്ക് ഭയങ്കരமான എൻട്രിയാണ് കിട്ടിയത്. ഇന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ എൻട്രി എടുത്തപ്പോൾ നമ്മൾ വോൾട്ടാംബിയറിൽ തന്നെയാണ് സെയിം സ്റ്റോക്കിൽ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിന്ന് 2 ടാർഗറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചത്. ഇന്ന് ഇവിടുന്ന് ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ടാർഗറ്റ് 1 ടാർഗറ്റ് 2 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ ടാർഗറ്റ് അച്ചീവ് ആയി. ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. പ്രോഫിറ്റ് ഒരു 5000 രൂപ 5400 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു വോൾട്ടാംബിയറിൽ. പിന്നെ ഫോഴ്സ് മോട്ടോഴ്സിൽ ഫസ്റ്റ് എൻട്രി മാറിയെടുത്തതായിരുന്നു എൻട്രി. അതായത് നമ്മൾ ചാർട്ടിൽ ഈ 3 സ്റ്റോക്കാണ് നമ്മൾ ഒപ്പം വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻട്രി എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് റേറ്റിൽ ഞാൻ എൻട്രി പ്ലേസ് ചെയ്തു. ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ വോൾട്ടാംബിയറിന് പകരം ഫോഴ്സ് മോട്ടോഴ്സിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്പോട്ടിൽ തന്നെ എക്സിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വോൾട്ടാംബിയറിൽ എടുത്തു. അതിൽ നമ്മളിപ്പോൾ ഈ കണ്ട പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 5400 രൂപ പ്രോഫിറ്റ് ഉള്ളത് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചാർട്ടിൽ ഞാനിന്ന് 2 ടാർഗറ്റ് ഇട്ടത് കൊണ്ട് ഇവിടെ ഒരു SL ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിലായിട്ട് ടാർഗറ്റ് 1 SL ഓർഡർ, അതായത് ടാർഗറ്റ് 2 ആണ് ബുക്ക് ചെയ്തത്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഇവിടുന്ന് ഷോർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ടാർഗറ്റ് അത് ബുക്ക് ചെയ്യുകയും ചെയ്തു. പ്രോഫിറ്റ് വന്ന സമയത്ത് നമ്മൾ ഓർഡർ എക്സിക്യൂട്ടായി. പക്ഷേ ഞാൻ ഇവിടെ ടാർഗറ്റ് 1 പ്ലേസ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഈ വരുന്ന ഈ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഹിറ്റായിപ്പോയി. അതായത് ഞാൻ ട്രേഡിങ് കഴിഞ്ഞ് ചാർട്ടെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറേ സമയത്തിന് ശേഷം നോക്കുമ്പോൾ ഇവിടുന്ന് എൻ്റെ ഓർഡർ ബൈ ഓർഡർ, മനസ്സിലായോ? നമ്മൾ ഷോർട്ട് ചെയ്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇവിടെ ഇട്ടത് ബൈ ഓർഡറാണ് ഇവിടെ വെച്ചത്, ടാർഗറ്റ് 1ൻ്റെ അവിടെ. ആ ഓർഡർ എക്സിക്യൂട്ടായിട്ട് മാർക്കറ്റ് അത് ഇത്രയും ദൂരത്തിലേക്ക് വന്നു, 10-200 പോയിൻ്റ് താഴേക്ക് വന്നു. അങ്ങനെ വന്ന് ഞാൻ ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത്, ചാർട്ടല്ല നമ്മുടെ പിയാനിലെടുത്ത് നോക്കുന്ന സമയത്ത് 8000 സംതിങ് ലോസായി എനിക്ക്. പ്രോഫിറ്റ് ഉണ്ടായിരുന്ന 5400 പ്രോഫിറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 8000 ലോസ്, അതായത് 10-13,000 രൂപ ലോസിൽ ആ ട്രേഡിൽ എനിക്ക് ലോസായിപ്പോയി, അവിടുത്തെ ഒരു ട്രേഡിൽ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇവിടുന്ന് ഞാനിതിൻ്റെ ഒരു ചെറിയ ജസ്റ്റ് ഇത് തിരിച്ച് ഈ ലെവലൊക്കെ തിരിച്ച് ക്രോസ് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു എൻട്രി എടുത്തു. അങ്ങനെ ലോസ് 8000 ഉള്ള ലോസ് ജസ്റ്റ് 8000 നിന്ന് 4000 ആക്കി കുറച്ചു. ആ 4000 ആക്കി കുറച്ചതിന് ശേഷമാണ് നമ്മൾ വേറൊരു എൻട്രി നമുക്ക് കിട്ടി. വേറെ എൻട്രി പവർ ഇന്ത്യ, ഹിറ്റാച്ചി എനർജി ഇന്ത്യയിൽ നമുക്ക് ഒരു ഷോർട്ട് എൻട്രി കിട്ടി. ഇതായിരുന്നു നമ്മളുടെ ഷോർട്ട് എൻട്രി. ഇത് അതായത് ഇവിടെ ഈ ക്യാൻഡിലെല്ലാം പോയി വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ റിവേഴ്സിൽ വരുന്ന സമയത്താണ് ഞാൻ ഷോർട്ട് ചെയ്തത്. അങ്ങനെ ഷോർട്ട് ചെയ്തിട്ട് നമ്മളുടെ ടാർഗറ്റ് ലെവൽ അടുത്ത സപ്പോർട്ട് ലെവൽ നമ്മൾ വരച്ചിട്ടുള്ള സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് വന്നു. അങ്ങനെ നമ്മൾ ഹിറ്റാച്ചി എനർജിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ 8000 ലോസ് ഉണ്ടായിരുന്നത് നമുക്ക് ഹിറ്റാച്ചി എനർജിയിലൂടെ നമ്മുടെ ലോസ് എല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് അവസാനം നമ്മൾ 2000 രൂപ പ്രോഫിറ്റിലേക്ക് വീണ്ടും എത്തി. ഇതിൽ ഒരു 1000 രൂപയോളം ചാർജായിട്ട് പോകും, എങ്കിലും നമ്മൾ ലോസിലല്ല. 8000 ലോസ് ഉണ്ടായിരുന്നിടത്തുനിന്ന് നമ്മൾ 2000 രൂപ പ്രോഫിറ്റിലേക്ക് വന്നു ഗൈസ്. ഇന്ന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അത് നമ്മൾ മിസ്റ്റേക്കായിരുന്നു. ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർഡർ ഫോഴ്സ് മോട്ടോഴ്സിൽ എക്സിക്യൂട്ട് ചെയ്ത് അറിയാതെ, അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ഒഴിവാക്കാൻ മറന്നു. സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ ഇട്ട് വെച്ചത് നമ്മൾ ഒഴിവാക്കാൻ മറന്നിട്ട് ട്രേഡിങ് ക്ലോസ് ചെയ്ത് പോയി. പിന്നെ വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗൈസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ആപ്പ് എക്സിറ്റ് ചെയ്യുമ്പോഴും പെൻഡിങ് ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ കുഴപ്പമില്ല, ഈ വീക്കെൻഡ് ഇവിടെ തീർന്നു. അപ്പോൾ ഇനി മൺഡേ നമുക്ക് 6th ഡേ ഓഫ് ട്രേഡിംഗ് ചാലഞ്ചുമായിട്ട് കാണാം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ട്രേഡിംഗ് ഡേ. ബൈ.